സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, ക്രിപ്റ്റോ ട്രേഡിംഗ്, ഫോറസ്റ്റ് ട്രേഡിംഗിന്റെ യൂട്യൂബ് സീരീസ് നമ്മൾ ഇന്ന് ഇവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടോപ്പ് ആൻഡ് സ്ട്രാറ്റജീസ് ആയിട്ടുള്ള വൈക്കോഫ്, എലിയറ്റ് വേവ്, SMC ഇതെല്ലാം തന്നെ നമ്മളിവിടെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മളിവിടെ കവർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. വളരെ ബേസിക്സിൽ നിന്ന്, അതായത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് ട്രേഡിംഗ്, എന്താണ് ഇൻവെസ്റ്റിംഗ്, ഈ ഒരു സീറോത്ത് ലെവലിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈ ഡിമാൻഡ് ഉള്ള, ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഇതെല്ലാം എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് ഇതിവിടെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾക്കൊന്നും തന്നെ നമുക്ക് വില കൊടുക്കാറില്ല പലപ്പോഴും. എന്നാൽ ഇവിടെ ഇത് ഫ്രീ ആണോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. അല്ല, നിങ്ങളുടെ ടൈമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം. സോ നിങ്ങൾ നിങ്ങളുടെ ടൈം ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. ലെറ്റ്സ് സേ ആഴ്ചയിൽ മാക്സിമം 2 to 3 സെഷൻസ് മാത്രമായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദാറ്റ് ടു മാക്സിമം 10 to 15 മിനിറ്റ്സ് ആയിരിക്കും. ഈ 10 to 15 മിനിറ്റ്സ്, അതായത് ആഴ്ചയിൽ ഒരു 1 hour നിങ്ങൾ സ്പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകാൻ പോവുകയാണ്. ആൻഡ് ഓൾസോ ഇതൊന്നും പെട്ടെന്ന് മാസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മിനിമം 3 to 5 years എടുക്കും. തീർച്ചയായിട്ടും മൈറ്റ് ബി നിങ്ങൾക്ക് എവിടുന്നെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം 3 to 4 months കൊണ്ട് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാം എന്നുള്ളത്. ഒരിക്കലുമില്ല. ആരും തന്നെ ഇതുവരെ ഇനി ആകാനും പോകുന്നില്ല 3 to 4 months കൊണ്ട് ഒരു പ്രൊഫഷണൽ ട്രേഡർ. ഇല്ല, ഒരു 1 year കൊണ്ട് ആരും തന്നെ ആകാൻ പോകുന്നില്ല. മിനിമം നിങ്ങളൊരു 3 to 5 years എടുക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, വോറൻ ബഫറ്റ് പറഞ്ഞ വേർഡ്സ് ആണ്. ഫണ്ട്ഫോളിയോ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ ഷാരിഖ് ഷംസുദ്ദീൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. 2020 കൊറോണ ടൈമിൽ പല ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് തന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവ് മൂലമായിരുന്നു. എന്നാൽ പല ആൾക്കാർക്കും സ്റ്റക്കായി പോയിട്ടുണ്ട്, പല ആൾക്കാരും സ്റ്റോപ്പായി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈറ്റ് ബി സൈക്കോളജിയാണ്. ഇല്ലേ, സൈക്കോളജി തന്നെ ആകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. നിങ്ങൾ പല സ്ട്രാറ്റജീസും പഠിച്ചു കഴിഞ്ഞിട്ടും, പല അക്കാഡമീസിൽ നിന്നും നിങ്ങൾ സ്ട്രാറ്റജീസ് പഠിച്ചിട്ടും സ്റ്റിൽ ആ സെയിം സ്ട്രാറ്റജി അതുപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ലോസസ് വരുന്നുണ്ടോ? ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾ പലതവണ ആലോചിച്ചിട്ടുണ്ടാകും. ഇതിന്റെ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: മാർക്കറ്റ് സൈക്കോളജി. മാർക്കറ്റ് സൈക്കോളജി മനസ്സിലാക്കാതെ എന്ത് സ്ട്രാറ്റജി, ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണെങ്കിലും മൈറ്റ് ബി അങ്ങനെ ഒരു സ്ട്രാറ്റജി തന്നെ ഇല്ല. അത് തന്നെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഒരു ഹോളി ഗ്രെയിൽ സ്ട്രാറ്റജി ഉണ്ട്, ഈ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആകും എന്ന് ആർക്കെങ്കിലും ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ബ്രേക്ക് ചെയ്യാൻ കൂടെയാണ് SMC, വൈക്കോഫ്, എലിയറ്റ് വേവ്, ഈ ടോപ്പ് ആൻഡ് സ്ട്രാറ്റജീസ് ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ആൻഡ് ഓൾസോ മാർക്കറ്റ് സൈക്കോളജി നമ്മളിവിടെ നല്ല വൃത്തിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് ഇന്ന് ഇവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു ജേർണി. ഒരുമിച്ച് നമുക്ക് പഠിക്കുകയും ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാനും പോവുകയാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എന്നുള്ള നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടുന്ന് തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ഇവോൾവ് ടുഗദർ.